ഹലോ. ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് സമയം രാവിലെ 9:17 ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ എൻട്രി ലെവൽസ് നോക്കാം. 25,349, 25,436 ഈ ലെവലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് താഴേക്ക് ഒരു എൻട്രി നോക്കാം. ഈ താഴെ ഈ 24,997 ഈ ലെവലൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് നോക്കാം. പിന്നെ ഇന്നലെ നമുക്ക് ട്രേഡൊന്നും എടുത്തില്ലായിരുന്നു. ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഒരു മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ട് പോയൊരു ലെവലായിരുന്നു ഇത്. എന്നിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. വന്നപ്പോഴേക്ക് നമ്മുടെ കറക്റ്റായ എൻട്രി ലെവലിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സായി പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇന്നലെ എൻട്രി ഒന്നും എടുത്തില്ല. നമുക്ക് ഇന്ന് നോക്കാം. നമുക്ക് നല്ല എൻട്രി കിട്ടുവാണെങ്കിൽ എടുക്കാമായിരുന്നു. ഓക്കെ, സമയം 10:38 നമുക്കൊരു എൻട്രി വരുന്നുണ്ട്. ഇത് കുറച്ച് റിസ്ക് എൻട്രിയാണ്. മുകളിലേക്ക് വേറെ ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. എന്നാലും നമുക്ക് ഇത് ഫസ്റ്റ് എൻട്രി. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു എൻട്രി എടുത്ത് നോക്കാം. നമുക്ക് രാവിലെ പറഞ്ഞ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ മാർക്ക് ചെയ്ത നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ വന്ന് മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് പോയിട്ടുണ്ട്. അത് ഇവിടെ നമുക്ക് വേറെ കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല. ഇവിടെ നിന്ന് പിന്നെ എൻട്രി എടുക്കാത്തത്. നമുക്കെന്തായാലും ഇപ്പോൾ വരുന്ന ഏരിയ നമുക്കൊരു എൻട്രി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് നമ്മുടെ എൻട്രി ഏരിയക്ക് അടുത്തെത്താറായിട്ടുണ്ട്. നമ്മുടെ എൻട്രി ഏരിയ എന്ന് പറഞ്ഞത് ഏകദേശം ഈ ഒരു ഏരിയ വരെ വരുന്നതാണ്. ഈ ഒരു ക്യാൻഡലിൻ്റെ ലാസ്റ്റ് വരെ നമുക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ പക്ഷേ നമുക്കതൊരു നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റിന് അത് കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു സോണിനെ ചെറുതാക്കി ഇത്രയാക്കിയത്. അപ്പോൾ ഇതിനകത്ത് കയറിയാൽ മാത്രമേ ഞാൻ എൻട്രി എടുക്കത്തുള്ളൂ. ഇതിനകത്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രീമിയം 5 പോയിൻറ്റ്സിൽ SL അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രീമിയം ഒരു 10 പോയിൻറ്റ്സിന് മുകളിൽ വെക്കേണ്ടി വരും. ഒരു 10 പോയിൻറ്റ്സ് അല്ല, ഒരു 8 to 10 പോയിൻറ്റ്സിനകത്ത് വയ്ക്കേണ്ടി വരും. അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഏരിയ മതി. ഇതിനകത്ത് വരുന്നെങ്കിൽ എടുക്കാം. ഓക്കെ, സമയം 10:57 മാർക്കറ്റ് നമ്മുടെ ഏരിയയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ട്രേഡേഴ്സ്. അതിനകത്ത് കയറിയിട്ടേ എടുക്കുന്നുള്ളൂ എന്തായാലും. ഞാൻ പറഞ്ഞില്ലേ ബ്രോ, നമ്മുടെ ഈ ഒരു ക്യാൻഡിലാണ് നമ്മുടെ സോണ് യഥാർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ക്യാൻഡിലിനകത്ത് വന്ന് ട്രേഡ് എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആക്കി വെച്ചത്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഈ ട്രേഡ് മിസ്സായെന്നാണ് തോന്നുന്നത്. ഇവിടെ വരെ വന്നപ്പോൾ തന്നെ പ്രീമിയം 206 ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 217, 218 പോയിരുന്നു. 10-12 പോയിൻറ്റ്സ് പോയി. വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഒന്നും കൂടെ ഒന്ന് മുകളിലോട്ട് കയറട്ടെ. പ്രീമിയം ഇപ്പോൾ 208 ആ റേഞ്ചിലൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ എടുത്തു. 206 കിട്ടി. നല്ല മൂവ്മെൻറ്റാണ് മുകളിലേക്ക്. ചിലപ്പോൾ ഇപ്പം തന്നെ SL അടിക്കാതെ.
നമ്മുടെ സോണിന് വെളിയിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും പക്ഷേ SL ഇതുവരെ അടിച്ചിട്ടില്ല. 201 വച്ചേക്കുന്നത്. 201.50 ഇപ്പോൾ തന്നെ അടിക്കാൻ മിക്കവാറും. പെട്ടെന്ന് തന്നെ സോൺ വിട്ടിറങ്ങി. ഓക്കെ, അതിപ്പോൾ ഇപ്പം അടിക്കും. ഓക്കെ, നമ്മുടെ SL അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു 1722 രൂപ ലോസായി. ഫസ്റ്റ് ട്രേഡ് അങ്ങനെ ലോസ് അടിച്ചു കഴിഞ്ഞു നമ്മൾ. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇനി വേറെ നല്ല ട്രേഡ് ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. വേറെ ട്രേഡൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതവിടെ നിർത്തും, വേറെ ട്രേഡില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി താഴെ വേറെ ലിക്വിഡിറ്റി സോൺസൊക്കെ പിന്നെ അങ്ങോട്ട് പോകുമോ, അല്ലെങ്കിൽ ഇനി പുതിയ എന്തെങ്കിലും സോൺസ് ഉണ്ടാക്കുമോ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടുത്ത വേറെ ട്രേഡ് വരുമ്പോൾ ഞാൻ പറയാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രിയും കൂടെ നോക്കാം. 11:38 സമയം. ഇത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി പോലെയല്ല. ഈ ഒരു OB പക്ഷേ റെസ്പെക്റ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു പ്രോബബിലിറ്റിയിൽ എടുക്കുന്നതാണ്. കാരണം മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് ഈ ഒരു OB റെസ്പെക്റ്റ് ചെയ്ത് ഇനി മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു OB ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു FVG ഉണ്ട്, ബാക്കി ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബാക്കി എല്ലാം ഓക്കെയാണിത്. നമുക്ക് എന്തായാലും നോക്കാം, ഒരു എൻട്രി എടുത്ത് നോക്കാം. ഇവിടെ ഇതും കൂടെ SL അടിക്കുവാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് ഞാൻ നിർത്തുവാണ്. എന്തായാലും നോക്കാം. മാർക്കറ്റ് നല്ല വോളറ്റൈലായിട്ടാണ് വരുന്നത്. എന്തായാലും നോക്കാം. ഇത് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലൊരു ട്രേഡ് നേരത്തെ ഞാൻ വച്ചിരുന്നതാണ്. കറക്റ്റ് നമ്മുടെ സോണി വന്നിട്ട് മാർക്കറ്റ് അങ്ങോട്ടേക്ക് പോയി. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് റിസ്കി ട്രേഡാണിത്. നമുക്ക് എന്തായാലും നോക്കാം. ഇത് വേറെ ഹയർ ടൈം ഫ്രെയിമൊന്നും നോക്കിയല്ല, വെറും 1 മിനിറ്റിൽ മാത്രം നോക്കിയെടുക്കുന്ന ട്രേഡാണ്. നമുക്കൊരു അല്പം കൂടെ താഴേക്ക് ഇറങ്ങി ട്രേഡ് എടുക്കാം. നമ്മുടെ സോണിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ട്രേഡ് എടുത്തു. നമുക്ക് 241.75 ട്രേഡ് കിട്ടി. അപ്പോൾ നമ്മുടെ SL എന്ന് ഞാൻ മൊബൈലിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 236.50 ഞാൻ SL അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഓർഡർ കാണാം. 241.75 നമുക്ക് ട്രേഡ് കിട്ടി. ഞാനിപ്പോൾ അതിനൊരു 235 പോയിൻറ്റ് താഴെ 236.50 SL വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ്. എടുത്തെടുത്ത് നിന്ന് ഒരു പോയിൻ്റൊക്കെ മുകളിലേക്കായിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും റിസ്കി ട്രേഡാണ്. മാർക്കറ്റ് ചിലപ്പോൾ താഴേക്കും വരാൻ ചാൻസ് ഉണ്ട്. താഴേക്കാണ് ലിക്വിഡിറ്റി ഏരിയസ് ഉണ്ട്. പിന്നെ എടുക്കാൻ കാരണം 1 മിനിറ്റിൽ ഇവിടെ ഒരു IDX ഉണ്ട്. അപ്പം ഇതെടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് ഇപ്പോൾ സ്ട്രക്ചർ ഇപ്പം ബുള്ളിഷായിട്ട് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രക്ചറിൽ ഈ ഒരു IDX എടുത്ത് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുകൂടി SL ആണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഡേ ലിമിറ്റ് കഴിഞ്ഞു. ഇതോടുകൂടി നമ്മൾ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. .
നമ്മുടെ ലോസും മാറി ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എടുത്തടുത്ത് നിന്ന് ഇപ്പോൾ ഒരു 5 പോയിൻറ്റിന് മുകളിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഡേ ഹൈ വരെയൊക്കെ ടാർഗറ്റ് വയ്ക്കാം. ഡേ ഹൈ ആകുമ്പം ഇതുവരെ. ഓക്കെ, ഒരു 10 പോയിൻ്റ് ആയിട്ടുണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ SL അടിച്ചു. നമ്മൾ എടുത്ത സോൺ ഇവിടെയാണ്, പക്ഷെ അവിടെ പോലും എത്തിയിട്ടില്ല. നല്ല DK കാരണം SL അടിച്ചതാണിത്. അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഡെയിലി 2 ട്രേഡ് എടുക്കത്തുള്ളൂ. അപ്പം എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ട്രേഡ് SL അടിച്ചു. ഇനി എൻ്റെ വ്യൂ മാർക്കറ്റ് ഇനി മേലിലേക്ക് തന്നെ പോകുന്നതാണ്. നമുക്കെന്തായാലും അപ്പം കുഴപ്പമില്ല. അപ്പോൾ ഒരു എത്രയായി, നമുക്കൊരു 3400-ൻ്റെ ലോസാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡ് എന്തായാലും ഞാൻ നിർത്തുവാണ്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.